ഡ്രസ്സൊന്നും ഇല്ലാത്ത സ്വാമിമാരില്ലേ, അങ്ങനത്തെ ഒരു സ്വാമിയാണ് ഈ വണ്ടിയുടെ ഫ്രണ്ടിലിരിക്കുന്നത്. തനിക്കൊരു ജെട്ടിട്ടുണ്ടോ? അല്ല, യു പിന്ന് വന്നതാണ്. BJPക്ക് ജയം നേടാൻ വേണ്ടി UP മുഖ്യമന്ത്രി പറഞ്ഞു വിട്ടതാണെന്നാണ് പറയുന്നത്. യോഗിയുടെ ആളാണ് പറഞ്ഞത് അല്ലേ? ആപ് കഹാ സേ? ഉത്തർപ്രദേശ്. ഇവിടെയുള്ള മലയാളികൾ തന്നെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക. അഘോരി ഇവര് ബാക്കിലിരിക്കുന്നവര് വസ്ത്രമൊക്കെ ഉണ്ട്, പക്ഷെ ഫ്രണ്ടിലിരിക്കുന്ന സ്വാമിക്ക് വസ്ത്രങ്ങളൊന്നും ഇല്ല. എന്തോന്നടാ ഇതൊക്കെ? കാണക്കേട് ദൂരോട്ടില്ലെന്നേ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വിശ്വാസപരമായും ആചാരപരമായും ഏറെ വ്യത്യസ്തരായ ഒരു കൂട്ടം സന്യാസി സമൂഹത്തെയാണ് നമ്മൾ അഘോരികൾ എന്ന് പറയുന്നത്. പൊതുസമൂഹത്തിൽ നിന്ന് ഏറെ അകന്ന് താമസിക്കുന്ന ഇത്തരം സന്യാസിമാർ കേരളമടക്കമുള്ള ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഏറെ അപരിചിതരാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. എന്നാൽ അത്തരത്തിൽപ്പെട്ട സന്യാസി സമൂഹത്തിൽ നിന്ന് ഒരാൾ ഇന്ന് നമ്മുടെ നേമത്തെ BJP സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരനെ ആശീർവദിക്കാൻ വേണ്ടിയിട്ട് അന്ന് UP നിന്ന് വന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ഒരുപാട് ആൾക്കാർ ഈ വാർത്ത കണ്ടു കാണും ഞാൻ വിചാരിക്കുകയാണ്. പക്ഷേ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ ഇത് ഒരു അസുലഭ നിമിഷമാണ്. കാരണം ഈ അഘോരികൾ എന്നൊക്കെ പറയുന്ന സന്യാസി സമൂഹത്തെ നമ്മൾ കേരളത്തിൽ എവിടെയും ഇതുവരെ കണ്ടിട്ടില്ല. അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് നൂൽബന്ധം പോലും ഇല്ലാതെ ഒരു ഡ്രസ്സും ധരിക്കാതെയാണ് ഇവർ പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശിവൻകുട്ടി അടക്കമുള്ള ഒരുപാട് ജനപ്രതിനിധികൾ, ശബരിനാഥ് അടക്കമുള്ള, അതുപോലെ തന്നെ VD സതീശൻ അടക്കമുള്ള, കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ ഇന്ന് അതിനെതിരെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാനാർത്ഥിയെ ട്രോളിക്കൊണ്ടുള്ള ഒരുപാട് മറുപടിയും പറയുന്ന ദിവസമായിരുന്നു ഇത്. ആദ്യമായിട്ട് നമുക്ക് ആ വരവ് നമുക്കൊന്ന് കാണാം. അതിനുശേഷം രാജീവ് ചന്ദ്രശേഖരൻ ഇതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത് എന്നൊക്കെ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എന്നെ കാണാൻ വേണ്ടിയിട്ടൊന്നുമല്ല വന്നത് എന്നാണ്, വണ്ടിക്കാശില്ലാത്തത് കൊണ്ട് കൊടുത്ത് പറഞ്ഞു വിട്ടു എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ഒരു ഗത്യന്തരമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ച ആ സ്വാമിയെ നമുക്ക് ആദ്യമായിട്ടൊന്ന് പരിചയപ്പെടാം. അതിനു മുന്നേ ഞാൻ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന നല്ലവരായ ഹൈന്ദവ സുഹൃത്തുക്കളോട് ഞാൻ പറയുകയാണ്, ഒരിക്കലും ഞാൻ ആചാരത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ അനുഷ്ഠാനത്തിനോ ഇത്തരം സന്യാസി സമൂഹത്തിനോ ഒന്നും എതിരല്ല. പക്ഷേ മതം ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഇടപെടാൻ വേണ്ടി പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന നമ്മുടെ വ്യവസ്ഥയോടും അതുപോലെ തന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിനോടും രാജീവ് ചന്ദ്രശേഖരൻ ഒട്ടും നീതി പുലർത്തിയില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഞാനിത് വിമർശിക്കാൻ വേണ്ടി എടുക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് ആ വീഡിയോ ഒന്ന് കാണാം. രാജീവ് ചന്ദ്രശേഖർ നെടുങ്കാട് വോട്ടർമാരെ കാണുന്നതിനിടെയാണ് അഘോരി സന്യാസി എത്തിയത്. സ്ഥാനാർത്ഥിയെ സന്യാസി അനുഗ്രഹിച്ചു. കേരളത്തിൽ പതിവല്ലാത്തൊരു കാഴ്ച കണ്ടതോടെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ നിറഞ്ഞു. കുട്ടികൾ എങ്ങനെ വഴി നടക്കും എന്നതിലാണ് കുട്ടികളുടെ മന്ത്രിയപ്പൂപ്പൻ കൂടിയായ എതിർ സ്ഥാനാർത്ഥി V ശിവൻകുട്ടിയുടെ ഉത്കണ്ഠ. എന്നാൽ ട്രോളുകളൊന്നും രാജീവ് ചന്ദ്രശേഖർ മൈൻഡ് ചെയ്യുന്നേയില്ല. അപ്പോൾ ഞാൻ വ്യക്തമായി പറഞ്ഞതുപോലെ ഒരിക്കലും മതം രാഷ്ട്രീയത്തിൽ ഇടപെടാൻ വേണ്ടി പാടില്ല. അത് പൊതു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് എതിരാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഈ അഘോരികൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വളരെ വിശ്വാസി സമൂഹത്തിൽ നിന്ന് പോലും ഒരുപാട് അകലം പാലിക്കുന്ന ഒരു കൂട്ടം സന്യാസി സമൂഹമാണ്. അവർക്ക് വിശ്വാസപരമായിട്ട് അവരുടെ ആചാരങ്ങൾ നടത്തുന്നതിനോ അത്തരത്തിൽപ്പെട്ട റാലികൾ നടത്തുന്നതിനോ അത്തരത്തിൽപ്പെട്ട പൂജകൾ നടത്തുന്നതിനോ ഒക്കെ പ്രത്യേകമായ അധികാരവും അവകാശവും എല്ലാം അവർക്ക് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽപ്പെട്ട ഒരു കാര്യത്തിലും നമ്മൾ അഭിപ്രായം പറയുന്നില്ല. പക്ഷേ എന്തിനാണ് ഇവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പിനിടയിലേക്ക് ഇത്തരത്തിൽപ്പെട്ട ഒരു സന്യാസി ഇപ്പോൾ പ്രവേശനം ചെയ്തത് എന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞതുപോലെ മതവും രാഷ്ട്രീയവും കൂട്ടിക്കുഴച്ചാൽ മാത്രമേ നമ്മുടെ സംഘപരിവാർ ശക്തികൾക്ക് നമ്മുടെ കേരളത്തിൽ വേരുറപ്പിക്കാൻ വേണ്ടി സാധിക്കൂ എന്നുള്ള ഒരു സത്യം അവർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതുപോലെ കേരളത്തിലേക്ക് വന്നിട്ട് എന്തെങ്കിലും ഒരു മാറ്റമുണ്ടാകുമോ, അല്ലെങ്കിൽ കേരളത്തിൽ ഇതുകൊണ്ട് എന്തെങ്കിലും വർഗീയ കലാപങ്ങളോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ചേരിതിരിവുണ്ടാക്കാനും ഹൈന്ദവ സുഹൃത്തുക്കളുടെ ഏകീകരണത്തിനും സാധിക്കുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കൊണ്ടുവന്നത്. പക്ഷേ അത് വമ്പം പരാജയമായി പോയി. ഏകകണ്ഠേന ഞാൻ പറയുകയാണ്, 99% മലയാളികളും ഈ ഒരു പ്രവൃത്തിക്ക് എതിരാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ പ്ലേറ്റ് മാറ്റുന്നതും നമുക്ക് കാണാം. അദ്ദേഹം എനിക്കറിയില്ല എന്നിവരെ പറഞ്ഞ് കൈകേണ്ട ഒരവസ്ഥയിലേക്ക് വന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത്തരം ഒരു ആചാര രീതിയെയോ അല്ലെങ്കിൽ ഇത്തരത്തിൽപ്പെട്ട വിശ്വാസി സമൂഹത്തെയോ ഒന്നുമല്ല നമ്മൾ ആക്ഷേപിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ വേളയിൽ അതും ഞാൻ പറഞ്ഞതുപോലെ നൂൽബന്ധമൊന്നുമില്ലാതെ നമ്മുടെ കേരളത്തിൻ്റെ തെരുവീതികളിലേക്ക് ഇത്തരം ആൾക്കാർ ഇറങ്ങി വന്നാൽ ഒരു കാരണവശാലും
വിദ്യാസമ്പന്നരായ നമ്മുടെ കേരള സമൂഹം അതിനെ അംഗീകരിക്കുകയില്ല. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളടക്കമുള്ള ഒരുപാട് കുട്ടികൾ സ്കൂളിലും മദ്രസയിലും അതുപോലെ തന്നെ കോളേജിലും എല്ലാം പോകുന്ന സമയത്ത് ഇത്തരം ആൾക്കാർ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഈ മുണ്ടൊന്നുമില്ലാതെ ഇത്തരം സന്യാസിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നാൽ എന്തായിരിക്കും ഈ കേരളത്തിലെ ഒരവസ്ഥ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് ചിന്തിച്ച് നോക്കാവുന്നത് മാത്രമേ ഉള്ളൂ. എന്നാൽ അവസാനം ഞാൻ പറഞ്ഞതുപോലെ പ്രശ്നമായി ട്രോളുകൾക്ക് വിധേയനായി അവസാനം യാതൊരു രക്ഷയുമില്ലാതെ വന്നപ്പോൾ ഒന്നുകിൽ അദ്ദേഹം ഏറ്റെടുക്കണമായിരുന്നു. ഓക്കെ, അത് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, തീർച്ചയായിട്ടും ഞാൻ വിളിച്ചിട്ടാണ് വന്നത്, ഇതങ്ങനെയാണെന്നൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത്. എനിക്ക് അവരെ അറിയുക പോലുമില്ല എന്ന് പറഞ്ഞ് കൈ കേൾക്കുന്ന ഒരവസ്ഥയിലേക്ക് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന നിയമത്തെ സ്ഥാനാർത്ഥി മാറി. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കാണാം. ഞാനല്ല കേട്ടോ, ഞാൻ അവിടുന്ന് നടന്നു പോകുമ്പോ ഇവര് ഒരു വണ്ടിയിൽ പോകായിരുന്നു. ഞാൻ അവരെ അറിയില്ല. അവർ വന്ന് പിന്നെന്താ ഡീസലിന് കാശ് ചോദിച്ചു, ഞാൻ 500 രൂപ കൊടുത്തു, അവർ പോയി. ഏതായാലും അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടു കാണും. എനിക്ക് ഇങ്ങനെ ഒരാളെ അറിയുകയില്ല എന്ന് പറയുകയാണ്. തീർച്ചയായിട്ടും ഇതിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയുമായിട്ട് നമ്മളെ ശിവൻകുട്ടി MLA നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ് നമുക്ക് കേൾക്കാം. ആ വിഭാഗത്തിൽപ്പെട്ടവരെല്ലാം കൂടെ ഇനിയിപ്പം നിയമമണ്ഡലത്തിൽ മുഴുവൻ കേന്ദ്രീകരിച്ച് 10-100 പേര് ഇറങ്ങി പോയാൽ നമ്മൾ സ്കൂൾ കുട്ടികളൊക്കെ പോകണ്ടേ, രാവിലെ സ്കൂളിലൊക്കെ പോകണ്ടേ. സ്കൂളിൽ പോകുന്ന തടസ്സമൊന്നുമില്ല. എന്നാലും ചില അമ്മമാരൊക്കെ എന്നോട് ഇപ്പോൾ ചോദിച്ചു, ഒരു പെൺകുട്ടിയാണ്, 10 വയസ്സുള്ള കുട്ടി, ആ കുട്ടിയുടെ മുന്നിൽ ഇത് ഇങ്ങനെ ഈ അവതരിപ്പിക്കാൻ സമ്മതിക്കും? ഇത് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കാരണം നമ്മുടെ മക്കൾക്ക് തീർച്ചയായിട്ടും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കടക്കം ഇതിൽ ആശങ്കയുണ്ട്, അതുപോലെ അമ്മമാർക്ക് ആശങ്കയുണ്ട്. കേരളത്തിൻ്റെ തെരുവീതികളിൽ ഇത്തരത്തിൽപ്പെട്ട ഒരു കാഴ്ച നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയുകയില്ല. തീർച്ചയായിട്ടും അതൊരു അപരിചിതമായ ഒരു കാഴ്ച തന്നെയാണ്. അത് നമ്മുടെ ജനങ്ങൾ 99% ആൾക്കാരും അംഗീകരിക്കുകയില്ല എന്ന് ഞാൻ വളരെ ഉറച്ചു വിശ്വസിക്കുന്നു. എത്രമാത്രം വിശ്വാസികളായാലും നമ്മുടെ നാട്ടിലൂടെ ഒരു വസ്ത്രവുമില്ലാതെ ഇങ്ങനെ നടക്കുന്ന ഒരു കാഴ്ചയോടൊന്നും കേരളത്തിലെ സമൂഹത്തിന് അംഗീകരിക്കാൻ വേണ്ടി പറ്റുകയില്ല എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ അത്തരം ആശങ്കകൾ നമ്മുടെ അമ്മമാരും അതുപോലെ തന്നെ പെങ്ങന്മാരും കുട്ടികളെല്ലാം പങ്കുവെക്കുന്നുണ്ട്. അത് തന്നെയാണോ നിങ്ങളുടെയും അഭിപ്രായം? തീർച്ചയായും നിങ്ങളത് കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനി അവസാനം നമ്മുടെ നേമത്തെ BJP സ്ഥാനാർത്ഥി പറഞ്ഞ ആ മറുപടിയോട് ഒരു കൗണ്ടർ കൂടി അടിക്കുന്നുണ്ട് നമ്മുടെ ശിവൻകുട്ടി. നമുക്കതുകൂടി കാണാം. താൻ അറിയുന്നവരല്ല വഴിയിൽ വെച്ച് കണ്ടതല്ലേ, BJP ആണോ എന്ന് ചോദിച്ചു, ഡീസൽ പൈസ ചോദിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ വഴിയെ പിന്നെ വഴിയെ ഒരു വസ്ത്രമില്ലാത്ത പോകുന്നവരെ കയറ്റി പിന്നെ BJP കൺവെൻഷനിൽ കയറ്റിയിരുത്തോടെ യോഗി പറഞ്ഞിട്ട് വന്നതാണോ ഇന്നലെ പറഞ്ഞത്? യോഗി ആദ്യം അനുഗ്രഹിക്കാൻ BJP സ്ഥാനാർത്ഥി അനുഗ്രഹം അല്ല, പിന്നെ രാജീവ് ചന്ദ്രശേഖരനെ ഈ പിന്നെ എന്താ അഘോരികൾ അനുഗ്രഹിച്ചല്ലോ. അങ്ങനെ അഘോരികളുടെ കയ്യിലൊന്നും ഇവിടെ വോട്ടില്ല. അതെ, അദ്ദേഹത്തിന് തീരെ ഒരു പരിചയവുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ ശിവൻകുട്ടി MLA ചോദിച്ച അതേ മറുപടി, അല്ലെങ്കിൽ മന്ത്രി ചോദിച്ച അതേ മറുപടിയാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. തീർച്ചയായിട്ടും വെയിൽ കൂടി വസ്ത്രമില്ലാതെ ഇങ്ങനെ നടക്കുന്ന ആൾക്കാരെ വിളിച്ചിട്ട് ആരെങ്കിലും NDA പരിപാടി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലേക്ക് കൊണ്ടുപോകേണ്ട എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടോ? അദ്ദേഹം പറയുന്നത് പോലെ ബൈക്കിൽ നിന്ന് കാട് തറഞ്ഞു നിർത്തി എനിക്ക് വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് 500 രൂപ കൊടുത്ത് പറഞ്ഞു വിട്ടാൽ മതി. അതിനുശേഷം അദ്ദേഹത്തെ കൂട്ടി തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ കൊണ്ടുപോയി അദ്ദേഹം അവിടെ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങി അദ്ദേഹത്തിൻ്റെ കൈ തൊഴുന്നതും അതുപോലെ തന്നെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നതെല്ലാം നമ്മൾ കണ്ടു. ഇതൊന്നും ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ തീർച്ചയായിട്ടും ശുഭകരമായ വാർത്തയല്ല. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെതിരെ നടപടിയെടുക്കുമെന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്, അതുപോലെ തന്നെ കേരള സമൂഹവും പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരം നടപടി വരുന്നതിന് മുന്നേ തന്നെ ഒരു മുൻകൂർ ജാമ്യം എന്ന നിലക്കാണ് രാജീവ് ചന്ദ്രശേഖരൻ, എനിക്ക് അദ്ദേഹത്തെ അറിയുക പോലുമില്ല, അവർ തീർച്ചയായിട്ടും ചിരിച്ച് വളരെ ഒരു കോമഡിയാക്കി തള്ളിക്കളയുന്ന ആണ് നിങ്ങൾ ഈ തുടക്കത്തിൽ തന്നെ കണ്ടു കാണും. തീർച്ചയായിട്ടും അത്തരത്തിൽപ്പെട്ട ഒരവസ്ഥയിലേക്ക് നമ്മുടെ BJPക്ക് മാറേണ്ടതായിട്ട് വന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഉത്തർപ്രദേശ് പോലത്തെ ഒരു സംസ്ഥാനമല്ല നമ്മുടെ കേരളം. കേരളത്തിൽ ഇത്തരത്തിൽപ്പെട്ട ഒരു സ്വഭാവ രീതിയെയോ അല്ലെങ്കിൽ ഇത്തരത്തിൽപ്പെട്ട ഒരു ഡ്രസ്സിങ് രീതിയെയോ ഡ്രസ്സിങ് കോഡിനെയോ ഒന്നും തന്നെ നമ്മുടെ സമൂഹം തീർച്ചയായിട്ടും അംഗീകരിക്കുകയില്ല. വളരെ സംസ്കാരപൂർണ്ണമായിട്ടുള്ള ഡ്രസ്സുകളും അതുപോലെ തന്നെ ആചാരാനുഷ്ഠാന സംവിധാനങ്ങളും എല്ലാം നമ്മുടെ കേരളത്തിലുണ്ട്. വളരെ വൃത്തിയുള്ള ഞാൻ ഒരുകൂടി എടുത്തു പറയുകയാണ്, വളരെ വൃത്തിയുള്ള ഒരുപാട് സന്യാസിമാർ, നമുക്ക് കണ്ടാൽ എണീറ്റ് നിൽക്കാൻ പോകുന്ന സന്യാസിമാർ നമ്മുടെ കേരളത്തിലുണ്ട്. കാവ്യവസ്ത്രം അറിഞ്ഞ് വളരെ വൃത്തിയുള്ള ഒരുപാട് സന്യാസിമാരുണ്ട്, അവരോടൊക്കെ നമുക്ക് ബഹുമാനമുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ഐറ്റം ഇത് കേരളത്തിൽ ആദ്യമാണ്. തീർച്ചയായിട്ടും അത് കേരള സമൂഹത്തിൽ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം, ബൈ.